ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. ഞാൻ ഹാക്കർ റാങ്കിൽ ഇങ്ങനെ സി പ്ലസ് പ്ലസിൻ്റെ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീ പ്രോസസ്സേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കാണാൻ പറ്റി. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്ന രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സി പ്ലസ് പ്ലസിൻ്റെ സീരീസിലെ പ്രീ പ്രോസസ്സറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. സിംപിളി ഞാൻ എന്താണ് ഹാഷ് ഇൻക്ലൂഡ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ സിമ്പിളി ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ പ്രോബ്ലത്തിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ വരണം. അപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്നൊക്കെ ഓൾറെഡി നമുക്ക് ഹാക്കർ റാങ്കിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഈ സംഭവത്തിലൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആപ്പാടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കറസ്പോണ്ടിങ് ഉള്ള മാക്രോസ്, അതായത് ഹാഷ് ഡിഫൈൻ ഫങ്ഷൻസ്, പ്രീ പ്രോസസ്സർ ഡയറക്ടറീസ്, അതിൻ്റെ മാക്രോസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പ്രോപ്പറായിട്ടുള്ള മാക്രോസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിളി നമ്മളിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡിനെ നമ്മളൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ എറേഴ്സ് വരും. ഓക്കെ, കണ്ടോ, നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുള്ള മാക്രോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മാക്രോസും നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ str എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സംഭവം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് IO എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ INF എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് ഇവരിവിടെ ഒരു മാക്രോസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സംഭവം ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ സിമ്പിളി അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എവിടെ ആയിരിക്കും, ഇതിൻ്റെ മേലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് str എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷ് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ str എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതൊരു മാക്രോണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ മാക്രോ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്രോയിലോട്ട് എന്താണ് റിസൾട്ട് കൊടുക്കുന്നത് നമുക്കറിയണം. ഓക്കെ, ഈ മാക്രോയിലോട്ട് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നത് ഒരു സ്പേസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് വരേണ്ടത്. ഓക്കെ, റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സി ഔട്ടിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സിൽ സി ഔട്ട് ആയിട്ടാണ്, ഡബിൾ കോട്ട്സിൽ റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം. അപ്പോൾ str എന്നുള്ളൊരു മാക്രോ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്, അതായത് മാക്രോയിലോട്ട് നമുക്കൊരു ഇൻപുട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻപുട്ടിനെ ഞാൻ x എന്ന് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ ഈ മാക്രോനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരുന്നതിനെ നമുക്കൊരു ഡബിൾ കോട്ട്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിംപിളി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാക്രോ, നമുക്ക് സിംപിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈനാണ് ഹാഷ് എന്ന് പറഞ്ഞൊരു സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ഡബിൾ കോട്ട്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി C++.com എന്നല്ലേ, അതിൽ ഓൾറെഡി ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിംപിളി നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രീ പ്രോസസ്സിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് യൂസേജസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ str എന്നുള്ള മാക്രോ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളി ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നത് ഹാഷ് x എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സിലോട്ട് എന്താണോ വരുന്നത് അതിനെ ഡബിൾ കോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ str മേലെ നമ്മൾ സിമ്പിളി നമ്മൾ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഹാക്കർ റാങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു തരും. ഓക്കെ, ആ ഹാഷ് ഡിഫൈൻ str എക്സ്പാൻഡ് ചെയ്യുന്നത് റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ സംഭവം എക്സിലോട്ട് വരും. ഈ ഹാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഇൻപുട്ട് വരുന്നത് അതിനെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് കാണിച്ചു തരും. ഓക്കെ, അതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു str എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇതിന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് IO എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാക്രോ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാഷ് ഡിഫൈൻ IO. അപ്പോൾ ഈ IOനെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ IOനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫോർ ലൂപ്പിനകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ IO ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോർ ലൂപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ അറിവ് വെച്ചിട്ട് C++ൽ ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു
അപ്പോൾ അവർ പറഞ്ഞത് ഫോർ ഈച്ച് എന്ന് പറഞ്ഞ സംഭവമില്ല, നമുക്ക് ഓൾറെഡി ഫോർ ലൂപ്പ് ഉണ്ട്, നമുക്ക് റേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർ ലൂപ്പാണ് നമുക്ക് അവൈലബിൾ ആയുള്ളൂ. ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫോർ ഈച്ച് എന്ന് പറഞ്ഞ കീവേഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രീ പ്രോസർ വെച്ചിട്ട് മാറ്റേണ്ടി വരും, അതായത് മാക്രോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ നമ്മൾ കൊടുക്കണം, ഹാഷ് ഡിഫൈൻ. അപ്പോൾ ഫോർ ഈച്ചിനകത്തോട്ട് നമുക്ക് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, ബി കോമ ഐ എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഓക്കെ, ഈ ഫോർ ഈച്ചിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറസ്പോണ്ടിങ് ഒരു ഫോർ ലൂപ്പിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ഫോർ ലൂപ്പ് എഴുതാം, 4 എന്ന് എഴുതും, 4 ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ ആൻഡ് ഐ പ്ലസ് പ്ലസ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ് നമ്മൾ സാധാരണ എഴുതാറുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ സിംപ്ലി ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് ആയിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫോർ ഈച്ചിനെ നമുക്ക് ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട് വിയും ഐയും. അതിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടറാണ്. ഓക്കെ, വെക്ടർ നമ്മൾ സൈസ് ഓഫ് എൻ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒരു ഐ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഐനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഐഒ വെച്ചിട്ട് ഒരു ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഐ എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ആയിരിക്കും, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സിംപ്ലി ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഈച്ചിലോട്ട് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫോർ ഈച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർ ലൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിലോട്ട് എന്തായിരിക്കും വരിക, നമ്മുടെ വെക്ടർ ആയിരിക്കും വരുന്നുണ്ടാവുക, വൈയിലോട്ട് നമ്മുടെ ഇൻഡെക്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈയുടെ സ്ഥലത്ത് ഞാൻ ഐ എന്ന് കൊടുത്തു കേട്ടോ, എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്തായിരിക്കും വരിക, ബേസിക്കലി നമ്മുടെ വെക്ടർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, 4 എന്ന് വെച്ചിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവുക. 4 എന്ന് എഴുതി അതിനുശേഷം ഇൻറ്റ് ഐ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻറ്റ് ഐ എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ വെക്ടറിനെ ഇൻഡെക്സ് ചെയ്യാൻ പോകണം, അപ്പോൾ ഇൻറ്റിജറായിട്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അതിനുശേഷം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ഐ ലെസ് ദാൻ നമുക്ക് എന്തിൻ്റെ സൈസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം, വെക്ടറിൻ്റെ സൈസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഡോട്ട് സൈസ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അതിനുശേഷം വീണ്ടും സെമിക്കോളനിട്ട് ശേഷം ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർ ഈച്ചിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഈ ഫോർ എച്ചിൻ്റെ അടുത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ 0 കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഇട്ടത് നമ്മളൊരു സെമിക്കോളൻ ഇടുക. അതിനുശേഷം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പാൻഡ് ടു 4 ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ വി ഡോട്ട് സൈസ് ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് നമ്മൾ ഫോർ ഈച്ച് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അടുത്ത് നമ്മൾ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ എക്സ്പാൻഡ് ചെയ്യുന്നത് വെച്ചാൽ അത് സംഭവം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന INF എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സൈസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഹിൻറ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി ഇവർ തന്നിട്ടുണ്ടാവുകൊണ്ട് നമുക്ക് ഈ ഹാഷ് INF എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമുക്കൊരു മാക്സിമം വലിയൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അത്ര ഉദ്ദേശിക്കുക. അപ്പോൾ INF നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് IO ആണ്. അപ്പോൾ IOനകത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, വി എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വി എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സോ വൈ എന്ന് വെച്ചാൽ കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഓക്കെ എക്സ് തന്നെ കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എന്തായിരിക്കും, വി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ IOനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടറിലോട്ട് നമ്മൾ ഇതിനെ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IO ഓഫ് വി എന്ന് പറയുന്ന സാധനത്തിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീൻ വി ഓഫ് ഐ എന്ന രീതിയിൽ എനിക്ക് ആക്കണം. ഓക്കെ, എന്നാൽ മാത്രമല്ലേ നമുക്ക് ഓരോ വെക്ടറിലോട്ട് അത് എടുത്തു വയ്ക്കുള്ളൂ ടീൻ വെച്ചിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ IO എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ IO ഓഫ് എക്സിൽ നിന്ന് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് സീൻ വെച്ചിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ബേസിക്കലി എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സി എന്ന് എഴുതുക. അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ എഴുതുന്നത് പിന്നെ എക്സിൻ്റെ സ്ഥലത്ത് എന്തായിരിക്കും വരിക, നമ്മുടെ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക, വി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ വി തന്നെ എക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എന്തായിരിക്കും അത് വരുന്നുണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കായി ഇവിടെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി അത് വന്നോളും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ IOൻ്റെ അവിടെ നമ്മൾ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടീൻ ഓഫ് വി നമ്മൾ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വി ഓഫ് ഐ എന്ന് ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് മിനിമം ആൻഡ് മാക്സിമം എന്ന് പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മിനിമം മാക്സിമം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഹാഷ് ഡിഫൈൻ മിനിമം. ഓക്കെ, മിനിമം എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ മിനിമം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാക്സിമത്തിൻ്റെ മിനിമം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കണ്ടുപിടിക്കും, മിനിമം കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഞാനിതിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ മിനിമം കണ്ടുപിടിക്കണം, മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ മിനിമം കണ്ടുപിടിക്കണം വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ മിനിമമാക്കി സെറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക്
മിനിമം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, ഒരു എക്സ് പറഞ്ഞ സാധനം വരുന്നുണ്ട്, വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ആർഗ്യുമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? എക്സിൻ്റെ സ്ഥലത്ത് എന്തായിരിക്കും എം എൻ ആയിരിക്കും വരുന്നുണ്ടാവുക, വൈയുടെ സ്ഥലത്ത് വി ഐ ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് നമ്മുടെ വെക്ടർ ആയിരിക്കും, വെക്ടറിൻ്റെ എലമെൻ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സംഭവത്തിനെ നമുക്കിതൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഇഫ് നമുക്ക് ഒരു മിനിമം കണ്ടുപിടിക്കാനുള്ള ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മിനിമം. അപ്പോൾ ആ മിനിമം എന്ന് പറഞ്ഞ സാധനം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ, നമുക്ക് രണ്ടാമത് വരുന്നത് എന്തായിരിക്കും? ആ കറസ്പോണ്ടിങ് നിൽക്കുന്ന വെക്ടറിൻ്റെ എലമെൻറ്റ് വൈ ആണെങ്കിൽ എന്തായിരിക്കണം? ഇഫിൻ്റെ ഒരു സംഭവം എഴുതാൻ പോകണം കേട്ടോ. അതിനകത്ത് നമ്മൾ എന്തെന്ന് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിനിമം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? കറൻ്റ്ലി ഉള്ള വെക്ടറിൻ്റെ എലമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത് ബേസിക്കായുള്ള ലോജിക് കേട്ടോ, നമ്മുടെ മിനിമം കണ്ടുപിടിക്കാനുള്ള ലോജിക്ക്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മളിവിടെ അതിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ സിംപ്ലി സെറ്റ് എക്സ് ഈക്വൽ ടു സിംപ്ലി, അത്ര ഉദ്ദേശിക്കുന്നത്. അതാണ് മിനിമം കണ്ടുപിടിക്കാനുള്ള ലോജിക്ക്. അപ്പോൾ നമുക്ക് ഇതിനോടൊന്ന് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എം എൻ ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് ഐ ആണെങ്കിൽ സിംപ്ലി എം എൻ ഈക്വൽ ടു വി ഐ എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്യുക, അതിനുശേഷം മാക്സിമം എക്സ് കോമ വൈ വരും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലോജിക്ക് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. ലെസ് ദാൻ വൈ ആണെങ്കിൽ സിംപ്ലി എക്സ് ഈക്വൽ ടു വൈ ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമത്തിൻ്റെ അവിടെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എം എക്സ് ഈസ് ലെസ് ദാൻ വി ഓഫ് ഐ ആണെങ്കിൽ എം എക്സ് ഈക്വൽ ടു വി ഐ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള എല്ലാ കാര്യങ്ങളും ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു ആവശ്യമില്ലാത്ത സംഭവം നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താലോചിച്ചപ്പോൾ എനിക്ക് ലോജിക്കൊന്നും കിട്ടിയില്ല, കാരണം നമുക്ക് ഇത് വെച്ചിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ മാക്രോ എക്സ്പാൻഷനെ നമുക്ക് എം ടി ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഷ് ഡിഫൈൻ ഫംഗ്ഷൻ ഓഫ്, നമുക്ക് ആർഗ്യുമെൻറ്റ് എക്സ് കോമ വൈ എന്ന് വരും. നമ്മൾ അതിനെ ഒന്നുമായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, സിംപ്ലി ഒരു എം ടി ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് എഴുതുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? സിംപ്ലി ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ വരും, എറർ പോകും. ഓക്കെ, അപ്പോൾ മിനിമം മാക്സിമത്തിൻ്റെ അടുത്ത് പ്രശ്നം വരുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ആഫ്റ്റർ, ഓക്കെ നമ്മളിവിടെ സെമിക്കോളം കൊടുത്തില്ല. ഓക്കെ, സെമിക്കോളം കൊടുത്തില്ല വെച്ചാൽ പ്രശ്നം വരും, കാരണം നമ്മുടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇഷ്യൂ വരുമല്ലോ. ഓക്കെ, അതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിംപിളി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ സിംപിളി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, കൺഗ്രാജുലേഷൻ, സാമ്പിൾ ടെസ്റ്റ് കേസ് വർക്ക് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഈക്വൽ ടു 486 ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ടെസ്റ്റ് കേസും ഇത് വർക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു പ്രീ പ്രോസസ്സർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങനെയാണ് വരുന്നത് രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീ പ്രോസസ്സറിൻ്റെ വേറൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.